ഹായ്. ഒരു ടീം ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ആക്ച്വലി ഒരു ടീം ബിൽഡിങ്ങിൽ കുറേ സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ടീം ബിൽഡിങ്ങിൽ ഒരു ഫസ്റ്റ് പ്രോസസ്സാണ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു കമ്പനിയിൽ ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഓറിയൻറ്റേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ ഈ പ്രേമലു സിനിമയിലൊക്കെ കണ്ടതുപോലെ ചിലപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം, ചിലപ്പോൾ പ്ലേസസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓറിയൻറ്റേഷൻ പലപ്പോഴും അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഓറിയൻറ്റേഷൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വൈ ആം ഐ ഹിയർ, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ചില മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ആ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ ജോലിയിലും അതുപോലെ തന്നെയാണ്. എന്തിനാണ് ഞാൻ ഇവിടെ, ഈ കമ്പനി എന്ത് മിഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ഈ ടീം എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്. അപ്പം അതിൽ പ്രോപ്പർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓറിയൻറ്റേഷൻ എന്നത് ടീം ബിൽഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. ഈ ഓറിയൻറ്റേഷൻ പലപ്പോഴും ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് കൊടുക്കുന്നത്. അതൊരു പുതിയ ടീം ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഓറിയൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓൾറെഡി ടീമിലുള്ള മെമ്പേഴ്സിനും വീണ്ടും റീ ഓറിയൻറ്റേഷൻ കിട്ടുന്നത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഓറിയൻറ്റേഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ